KP യോഹന്നാന്റെ സഹോദരൻ തീവട്ടി പുന്നൂസ് വെന്റിലേറ്ററിലായത് എങ്ങനെ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതാനും മണിക്കൂറുകൾ മുമ്പ് 24 ചാനലിൽ എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ തലക്കെട്ടോടെ ഒരു വാർത്ത കാണുവാനിടയായി. ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്, കൊല്ലത്ത് വീണ്ടും പോലീസ് ക്രൂര പീഡനം, പോലീസിന്റെ കൊടും ക്രൂരത. കൊല്ലത്ത് വയോധികനെ പോലീസ് പീഡിപ്പിച്ചു, വെന്റിലേറ്ററിലാക്കി. അദ്ദേഹം മരണാസന്നനായി വെന്റിലേറ്ററിലാണ്. സംസ്ഥാനത്ത് അടുത്ത പോലീസ് തേർവാഴ്ച, പോലീസിന്റെ ക്രൂരത എന്നും പറഞ്ഞാണ് 24 ചാനലിലെ ഒരു റിപ്പോർട്ടർ ആ വാർത്ത പ്രസന്റ് ചെയ്തത്. വളരെ കരളലിയിക്കുന്ന രീതിയിൽ ഒരു വന്ധ്യ വയോധികനെ പോലീസ് പീഡിപ്പിച്ച്, മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിന് ഹൃദയാഘാതം വരികയും അദ്ദേഹം വെന്റിലേറ്ററിലായി എന്നൊക്കെ തരത്തിലുള്ള ഒരു വാർത്തകളാണ് പടച്ചുവിട്ടത്. ഞങ്ങളും ഞെട്ടിപ്പോയി. ദൈവമേ, ഇതെപ്പോ സംഭവിച്ചു? ഒരു 78 വയസ്സുകാരനായ ഒരു വൃദ്ധനെ ഈ പോലീസ് പീഡിപ്പിച്ചു. എന്താണ് സംഭവം എന്നറിയുവാൻ ഞങ്ങളൊരു അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത്, ആ വയോധികൻ KP പുന്നൂസ്. KP പുന്നൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അറിയുവാൻ സാധ്യതയില്ല. KP യോഹന്നാന്റെ, ഏത് KP യോഹന്നാൻ? പെടുമരണമടഞ്ഞ KP യോഹന്നാന്റെ സഹോദരൻ KP പുന്നൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയും. ആ KP പുന്നൂസ് നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവ്, മുൻ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന 2023 പഞ്ചായത്ത് അവിശ്വാസം പാസാക്കി ഇയാളെ എടുത്ത് പുറത്തു കളഞ്ഞു. കാരണം കഴിഞ്ഞ 3-4 വർഷമായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജയിലുകളിലെല്ലാം ഇദ്ദേഹം റിമാൻഡ്, ഒരു ജയിലിലെ റിമാൻഡ് കഴിയുമ്പോൾ അടുത്ത ജയിലിലേക്ക് റിമാൻഡിലേക്ക് പോകുന്നു. കോട്ടയം ജയിലിൽ നിന്ന് റിമാൻഡിൽ ഇറങ്ങി അത് തിരുവല്ല ജയിലിലേക്ക് വരുന്നു. ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ മാറി മാറി റിമാൻഡിലായിരുന്ന ഒരു തീവട്ടിയാണ് ഈ KP പുന്നൂസ്. ഒന്നെങ്കിൽ ഈ ചാനലിന് ലക്ഷങ്ങൾ കൊടുത്തോ, അല്ലെങ്കിൽ ആ ചാനലിൽ ഇരിക്കുന്ന മണ്ടന്മാരായ റിപ്പോർട്ടർമാരെ കബളിപ്പിച്ചോ ആണ് ഇപ്രകാരം ഒരു വാർത്ത ഇവന്മാർ തിരികെ കയറ്റിയത്. ആ വാർത്തയിൽ ഒരു സ്ഥലത്ത് പോലും ഇവർ ഈ KP പുന്നൂസ് എന്ന് പറയുന്നത് നമ്മുടെ തീവട്ടി KP യോഹന്നാന്റെ സഹോദരനാണ് എന്ന് ആരും ഒരു വാർത്തയിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മനഃപൂർവ്വം മറച്ചു വെച്ചതാണ്, യാതൊരു സംശയവുമില്ല. ഇത് മാധ്യമങ്ങളെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ പണം കൊടുത്തോ നൽകിയ ഒരു വാർത്തയാണ്. ഈ തീവട്ടി കിളവൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെ 100 കണക്കിന് പേരെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാം. അതുപോലെ KP യോഹന്നാന്റെ വിവിധ ട്രസ്റ്റുകളിൽ ട്രസ്റ്റിമാരാക്കാം, ബോർഡ് അംഗങ്ങളാക്കാം, വിദേശത്തുള്ള പല പല ജർമ്മൻ ട്രസ്റ്റുകളിൽ, അതുപോലെ ഓരോ രാജ്യത്തുമുള്ള ഇവരുടെ പല പല കമ്പനികളിൽ ഡയറക്ടറാക്കാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ജയിലിലാകുവാനുള്ള ഈ കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ചീറ്റിംഗ് കേസ്, 420 ചെക്ക് കേസ് എന്നാണ് അവന്മാർ പറഞ്ഞത്. ചെക്ക് കേസല്ല, 420 കേസാണ് രജിസ്റ്റർ ചെയ്തത്. ചീറ്റിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു പ്രദീപിന്റെയും ഈ KP പുന്നൂസിന്റെയും പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നല്ലില സ്വദേശിയായ സാജൻ എന്ന വ്യക്തിയുടെ മകന് MBBSന് അഡ്മിഷൻ മേടിച്ചു കൊടുക്കാം, ഉറപ്പായിട്ടും അഡ്മിഷൻ മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് 2025 16 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തു. 16 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് അഡ്മിഷൻ മേടിച്ചു കൊടുത്തില്ല. ആ കുട്ടിയുടെ ഭാവി വഴിയാധാരമാക്കി. അവർ ഉറപ്പായി പണം കൊടുത്തല്ലോ, ഉറപ്പായും അഡ്മിഷൻ കിട്ടും എന്ന രീതിയിൽ ആ വീട്ടുകാർ ഇരുന്നു. ആ കുട്ടിയുടെ ഒരു വർഷത്തെ ഭാവി ഈ നാണം കെട്ട ഈ മനുഷ്യൻ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിശദമായ ചോദ്യം ചെയ്യലിന് ഇയാളെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തെ ഈ KP പുന്നൂസിനെ കണ്ടിട്ടോ ഇടപെട്ടിട്ടോ ഉള്ളവർക്കറിയാം, ഇയാൾ നല്ല വളരെയേറെ ആരോഗ്യ ദൃഢഗാർത്തനാണ്, നമ്മുടെ KP യോഹന്നാനെ പോലെ. നിലവിൽ ഞങ്ങൾ പെട്ടെന്ന് പരിശോധിച്ചപ്പോൾ തന്നെ ഇയാളുടെ പേരിൽ 11 ചീറ്റിംഗ് കേസുകൾ, കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 11 ചീറ്റിംഗ് കേസുകൾ ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നാണ് വടക്കഞ്ചേരി സ്വദേശിയായ വടക്കഞ്ചേരി മംഗലം സ്വദേശിയുടെ കയ്യിൽ നിന്നും മകന്റെ ജർമ്മൻ കമ്പനിയിൽ
ഡയറക്ടർഷിപ്പ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇയാളെ വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ വിടുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് റിമാൻഡിൽ ഇറങ്ങി അടുത്ത ദിവസം തന്നെ പുതുപ്പള്ളി സ്വദേശിനി തന്റെ മകന് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പുതുപ്പള്ളി സ്വദേശിനിയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തു. അങ്ങനെ കോട്ടയം ഈസ്റ്റ് പോലീസ് ഇയാളെ വടക്കഞ്ചേരിയിൽ നിന്നും ഇറങ്ങി വന്ന അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കോട്ടയം ഈസ്റ്റ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും റിമാൻഡിൽ വിട്ടു. അവിടെ നിന്നിറങ്ങി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും വടക്കഞ്ചേരി പോലീസ് വീണ്ടും അവിടെ വടക്കഞ്ചേരിയിൽ തന്നെയുള്ള മറ്റൊരു തട്ടിപ്പ് കേസിൽ ഇയാളെ പിടിച്ച് അകത്തിട്ടു. അങ്ങനെ സംസ്ഥാനത്തിന്റെ ഏതൊക്കെ ജയിലുകളുണ്ടോ ഇയാൾ കിടക്കാത്ത ജയിലുകളൊന്നുമില്ല. അങ്ങനെ ജയിലുകൾ മാറി മാറി കിടക്കുകയാണ്. വർഷങ്ങളായി ഇയാൾ ഒരു കള്ളനും കൊള്ളക്കാരനുമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് KP യോഹന്നാൻ ഇയാളെ ആ കോമ്പൗണ്ടിൽ അടുപ്പിക്കത്തില്ലായിരുന്നു. ഇയാളും സിജോ പന്തപ്പള്ളി എന്ന് പറയുന്ന ആ തീവട്ടിയും കൂടെ ചേർന്നാണ് പലതരം തട്ടിപ്പുകളും അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇയാളെ ഇപ്പോൾ തട്ടിക്കൂട്ടി ജയിലിലാക്കുവാൻ കാരണവും ഇതിന്റെ പിന്നിൽ കളിച്ചതും സിജോ പന്തപ്പള്ളിയാണ്. ഈ മാധ്യമ വാർത്ത കൊടുത്തതും സിജോ പന്തപ്പള്ളിയുടെ അറിവോടെയാണ്. ഇയാളാണ് ഈ 24-നെയൊക്കെ കബളിപ്പിച്ച് ഇപ്രകാരം ഒരു വാർത്ത കൊടുത്തത് എന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത്. ഇവർ തമ്മിൽ ഇപ്പോൾ ബദ്ധശത്രുക്കളാണ്. i2 ന്യൂസ് ആണ് പറഞ്ഞത് ഈ KP യോഹന്നാനെ അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായതല്ല, അയാളെ കൊലപ്പെടുത്തിയതാണ് എന്ന വിവരം ഞങ്ങളാണ് പുറത്തുവിട്ടത്. വളരെ ആസൂത്രിതമായ രീതിയിൽ KP യോഹന്നാനെ തട്ടിക്കളയുകയും ഇയാൾ സുവിശേഷം വിറ്റ് വചനക്കൊള്ള നടത്തി വിവിധ രാജ്യങ്ങളിൽ കോടാനുകോടി സമ്പാദിക്കുകയും ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ഇയാളുടെ ആ പ്രസ്ഥാനത്തിലൂടെ ഇയാൾ കോടാനുകോടി, അതിൽ ആദ്യമായി ഇയാൾ ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ KP പുന്നൂസും ആ ട്രസ്റ്റിൽ ഒരു മെമ്പർ ആയിരുന്നു. പിന്നീട് ഇയാൾ തരികടയാണെന്ന് മനസ്സിലാക്കി ഇയാളെ ആ ട്രസ്റ്റിൽ നിന്നെല്ലാം ഒഴിവാക്കി ഓടി നടന്ന് നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഇയാൾ പണം പിരിക്കുകയായിരുന്നു. കള്ളപ്പണം കയ്യിൽ വെച്ചതിന്റെ പേരിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കള്ളനോട്ടുമായി ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. നാട്ടുകാരെ പറ്റിച്ച് ലക്ഷങ്ങളും കോടികളും പറ്റിച്ച കേസിൽ ഇയാളുടെ പേരിൽ നിലവിലുണ്ട്. ഇപ്പോൾ ഇയാളുടെ ഒരു അഭ്യാസം എന്ന് പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീഴുക, മോഹലാസ്യപ്പെടുക. ഇവരുടെ തന്നെ പല ആശുപത്രികളിൽ പോയി ഇയാൾ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൃദ്രോഗിയാണ്, 3-4 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ബൈപ്പാസ് ചെയ്തു. ഇയാളോട് ഉറക്കം സംസാരിച്ചാൽ തന്നെ ഇയാൾക്ക് അറ്റാക്ക് വരുമെന്നൊക്കെയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ റിപ്പോർട്ടും കയ്യിൽ വെച്ചിട്ടാണ് ഈ 78-ാം വയസ്സിലും ഇയാൾ ഈ തട്ടിപ്പുമായി നടക്കുന്നത്. അങ്ങനെ പ്രായമായ മനുഷ്യനാണ്, KP യോഹന്നാന്റെ സഹോദരനാണെന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇയാൾ ഒരു കള്ളനാണെന്ന് അറിയില്ല. അങ്ങനെ പലരും വിശ്വസിച്ച് പല ഏജന്റുമാർ വഴിയും 50 ലക്ഷവും 1 കോടിയും 75 ലക്ഷവും ഒക്കെ ഇതുപോലെ തട്ടിയെടുക്കും. പലരും യാതൊരു രേഖയുമില്ലാതെ ഇതൊരു ബ്ലാക്ക് ഇടപാടായതുകൊണ്ട് തന്നെ കാശായിട്ടായിരിക്കും കൊടുക്കുന്നത്. പലർക്കും അതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്രകാരം കാശ് ഇവരുടെ കയ്യിലായി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും. പിന്നീട് ഇദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനായതുകൊണ്ട് പലർക്കും പല ലിമിറ്റേഷൻസ് ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇയാൾ അവിടെ ഭയങ്കര ഷോ ഓഫ് കാണിക്കും. ചങ്കം പൊത്തിപ്പൊടിച്ച് ഇയാൾ മോഹലാസ്യപ്പെട്ട് വീഴും. പോലീസുകാർ പേടിച്ചു പോവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മാധ്യമങ്ങൾ വലിച്ചു കയറാൻ നോക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള തീവട്ടിക്കൊള്ളക്കാരന്മാരെ പിടിച്ചു കഴിയുമ്പോൾ പോലീസുകാരുടെ അവസ്ഥ നോക്കുക. ഇപ്പോൾ കണ്ണനല്ലൂർ പോലീസ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വെട്ടില്ല എന്ന് വേണേൽ പറയാം. മാധ്യമങ്ങളിൽ ഇവന്മാർ മെസ്സേജ് കൊടുക്കും, കണ്ണനല്ലൂർ പോലീസ് ഇതാ ഗുരുതരമായ ആക്രമണം നടത്തി വയോധികനെ പീഡിപ്പിച്ചു, അദ്ദേഹത്തിന് സ്റ്റേഷനിൽ വെച്ച് ഇദ്ദേഹത്തെ പീഡിപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഇദ്ദേഹം വെന്റിലേറ്ററിലാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മെസ്സേജ് കൊടുക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസായി ഇവർ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം ഇയാൾ തീവട്ടിക്കൊള്ളക്കാരനാണ്, ഇയാൾക്ക് യാതൊരു കാരണവശാലും ഇയാൾക്ക് വെന്റിലേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഇത് വെറും നാടകമാണ്. കാരണം ഇയാൾക്ക് ഹൃദയമുള്ള മനുഷ്യനാണെന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല. കാരണം അത്രയ്ക്ക് തീവട്ടിയാണ്, സകലമാന ഉടായ്പകളുടെയും വിളനിലമാണ്. KP യോഹന്നാൻ എന്ന മനുഷ്യനെ ഊറ്റി ഇയാൾ സുവിശേഷക്കൊള്ള നടത്തി വരുന്ന മുതലെല്ലാം ഇയാൾ പല രീതിയിലും ഊറ്റി ഇയാളുടെ മക്കളെയെല്ലാം വിദേശത്താക്കി. ഈ വൃദ്ധൻ ഈ നാട്ടിൽ നിന്ന് ഇപ്പോഴും KP യോഹന്നാന്റെ പേരിലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിലും ലക്ഷങ്ങളും കോടികളും പിരിക്കുന്നു. അവസാനം പിടിക്കപ്പെടുമ്പോൾ ഇയാൾ കുഴഞ്ഞു വീഴും. നമുക്കറിയാം, ചെക്ക് കേസുകളിലും ചീറ്റിംഗ് കേസുകളിലും ഒക്കെ പിടിക്കപ്പെട്ടാൽ ഒന്ന് മാക്സിമം പോയാൽ ഒരു 4-5 ദിവസം റിമാൻഡിൽ പോവും, വീട്ടിലിറങ്ങും. അന്നേരം ഇയാൾ പറയും, നിനക്കൊക്കെ മേടിക്കാമെങ്കിൽ മേടിച്ചോ. എന്റെ അറിവ് വെച്ച് ഇയാളുടെ സ്വത്തുക്കളെല്ലാം വളരെ സേഫായി വിദേശത്തോട്ട് കടത്തി. വളരെ നാമമാത്രമായ ഒരു വീടോ സ്ഥലമോ കണ്ട് മാത്രമേ ഇവിടെ നിരണത്തുള്ളൂ.
മക്കളെയെല്ലാം സേഫാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തി. ഇയാൾ ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ച് ഭൂലോകരെ പറ്റിച്ച് ഉണ്ടാക്കുന്ന ഈ ലക്ഷങ്ങളെല്ലാം ഇവിടുന്ന് രാജ്യത്ത് നിന്ന് കടത്തുകയാണ്. വൃദ്ധനായതുകൊണ്ട് തന്നെ പോലീസുകാർക്കോ കബളിപ്പിക്കപ്പെടുന്നവർക്കോ ഒന്നും ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹൃദ്രോഗിയാണെന്ന് കൊണ്ട് ഒരു തല്ല് പോലും കൊടുക്കുവാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഈ പണം പോയവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ 24 ചാനലിലും ഇതുപോലുള്ള തീവട്ടി ചാനലുകളിലും ഈ വാർത്ത കാണുമ്പോൾ പോലീസിനെ വെറുതെ പഴിക്കാൻ പോകരുത്. ഇവൻ ഭൂലോക ഉടായിപ്പാണ്, കൊള്ളക്കാരനാണ്. ഇവനെ ഇപ്പൊ കുടുക്കിയത് സിജോ പന്തപ്പള്ളി എന്ന KP യോഹന്നാനെ വഞ്ചിച്ച, ഇപ്പോൾ അതിന്റെ എല്ലാ ആധിപത്യവും നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്ന സിജോ പന്തപ്പള്ളി എന്ന ആ തീവട്ടിയാണ് ഈ കൂടെ നിന്ന് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഈ കളവനെ കൊടുക്കുവാൻ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇതിന്റെ എല്ലാം അർത്ഥം KP യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് വളരെ സത്യമായിരുന്നു. ഇതുപോലെ അദ്ദേഹം ഉണ്ടാക്കിയ ആ പ്രസ്ഥാനം ഇപ്പോൾ ഓരോരുത്തന്മാരും മത്സരിച്ച് വെട്ടിക്കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ആ ട്രസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കി ബിനാമികളായിട്ടുള്ളവരെ ആ ട്രസ്റ്റുകളിൽ തിരികെ കയറ്റി. ഞങ്ങളിപ്പോൾ ഇത്രയും ഒരു വിവാദമുണ്ടാക്കി, ഇതൊരു കൊലപാതകമാണ്, അന്വേഷിക്കണം എന്ന പേരിലുള്ള അന്വേഷണങ്ങളൊക്കെ പല സ്റ്റേജുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ട്രസ്റ്റ് ടു ട്രസ്റ്റ് മെർജിങ് നടത്തി കഴിഞ്ഞാൽ ഇത് പുറത്താകും എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഈ തരത്തിലെങ്കിലും പോകുന്നത്. അന്നേരം KP യോഹന്നാനെ ഇല്ലായ്മ ചെയ്തവർ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ട്രസ്റ്റുകൾ മറ്റു ട്രസ്റ്റുകളുമായി ലയിപ്പിച്ച് ഈ കൊള്ളമുതൽ പങ്കുവയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് KP യോഹന്നാന്റെ സഹോദരനായ ഈ തീവട്ടി KP പുന്നൂസ് എന്ന് പറയുന്ന ഈ തീവട്ടി, ഈ ഫോട്ടോ നിങ്ങൾ കാണുക. KP പുന്നൂസ് എന്ന് പറയുന്ന KP യോഹന്നാന്റെ ഈ സഹോദരന്റെ ഫോട്ടോ നിങ്ങൾ കാണുക. ഈ തീവട്ടിയുടെ രൂപം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. കാരണം ഇയാളും ഇയാളുടെ ഏജന്റുമാരും തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു തരാം എന്നും പറഞ്ഞ് അതുപോലെ ഉറപ്പ് പറയും. സമൂഹത്തിൽ വിലയും നിലയുമുള്ള പല ആളുകളുടെയും റെഫറൻസ് പറയും. ഇവർ അപ്രകാരം ഇവരുടെ കയ്യിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പണവും പോവും, മാനവും പോവും, കുട്ടിയുടെ ഭാവിയും പോവും. അതുകൊണ്ട് ഈ തീവട്ടിക്കളവനെ നിങ്ങൾ ഓർത്തു വെക്കുക. തിരുവല്ല ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട പണമിടപാട് നടത്തുന്നവർ MBBS അഡ്മിഷൻ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഏതെങ്കിലും കള്ളന്മാർ ഇതുപോലെ വന്നാൽ നിങ്ങൾക്കറിയാം, പഴയ പോലെ കാശ് കൊടുത്താൽ MBBS അഡ്മിഷൻ കിട്ടത്തില്ല. കേരളത്തിൽ നീറ്റ് സ്കോർ, ആ സ്കോർ അനുസരിച്ച് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. പണ്ടാണെങ്കിൽ ഇതുപോലെ സ്വാശ്രയ മാനേജ്മെന്റുകൾ പറയുന്ന കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കോട്ടായിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. അതല്ലെങ്കിൽ NRI കോട്ട എന്നും പറഞ്ഞ്, അതല്ലെങ്കിൽ മൈനോറിറ്റി കോട്ട എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തി അഡ്മിഷൻ നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്നത് സാധിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായും ഈ സീറ്റുകളുടെ വിഭജനവും നിയന്ത്രണവും സർക്കാരിൽ അധിഷ്ഠിതമാണ്. അതിനകത്ത് യാതൊരു തരികടകളും കാണിക്കുവാൻ സാധ്യമല്ല. ഇതുപോലെ പണം കൊടുത്താൽ നിങ്ങൾക്ക് MBBS സീറ്റ് കേരളത്തിൽ കിട്ടത്തില്ല, പുറത്തെവിടോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ പോകാമായിരിക്കാം. അതുകൊണ്ട് ജനങ്ങൾ ജാഗരൂകരാകുക. ഇതുപോലുള്ള ഏജന്റുമാരും സ്ഥാപന ഉടമയുടെ സഹോദരൻ എന്നൊക്കെ പേരിൽ ഇവന്മാർ പണം പിരിക്കുവാൻ വരും. മക്കളെ ഡോക്ടറാക്കുവാൻ കച്ചകെട്ടിയിരിക്കുന്ന, ആഗ്രഹിച്ചിരിക്കുന്ന, കാശുമായിരിക്കുന്ന മാതാപിതാക്കൾ തട്ടിപ്പിന് ഇരയാകരുത്. അവസാനം ഇതുപോലെ ഇയാളുടെ കയ്യിലൊക്കെ പണം കൊടുത്ത് അവസാനം ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാളെങ്ങാനും ഉരുണ്ട് വീണി തട്ടിപ്പോയാൽ കൊലപാതകത്തിനോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.